कांग्रेस की वजह से नहीं होगा। ममता को अच्छा है जा रहा है तो अब तो नैन नैन सेकने जा रहे हैं। न तो ममता जी को जो दिया जाए। हाँ दे दे। ലാലു പ്രസാദ് യാദവിന്റെ പരസ്യ പ്രസ്താവന കോൺഗ്രസ് ക്യാമ്പിലടക്കം ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. മമത നേതൃനിരയിലേക്ക് വരട്ടെ എന്ന് മാത്രമല്ല, കോൺഗ്രസിന്റെ എതിർപ്പ് കണക്കിലെടുക്കേണ്ട എന്നാണ് അദ്ദേഹം പറയുന്നത്. പാർലമെന്റിനകത്തെ ഇരിപ്പിടത്തെ ചൊല്ലിയുള്ള തർക്കത്തിലടക്കം BJP ആഗ്രഹിച്ച നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നുവെന്ന അപകടം ഇന്ത്യ സഖ്യത്തെ കാത്തിരിക്കുന്നുണ്ട്. രാഹുൽ മികച്ച നേതാവാണ്. എങ്കിലും ഇന്ത്യ സഖ്യത്തിന്റെ നേതാവായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയെയാണ് കാണുന്നത് എന്ന് സമാജ്വാദി പാർട്ടി നേരത്തെ നയം വ്യക്തമാക്കിയിട്ടുണ്ട്. കോൺഗ്രസിന് BJPയെ നേരിട്ട് എതിർത്ത് തോൽപ്പിക്കാനാകുന്നില്ല എന്ന അവസ്ഥയാണ് സഖ്യകക്ഷികളിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉടലെടുക്കാൻ കാരണം. മമതയ്ക്ക് അങ്ങനെയൊരു അഭിപ്രായമുണ്ടെങ്കിൽ എല്ലാ സ്വരവും കേൾക്കണമെന്ന് ശിവസേന MP സഞ്ജയ് റൌത്തിന്റെ നിലപാട്. രാഹുൽ നയിച്ച ഇന്ത്യ സഖ്യം പരാജയപ്പെട്ടു. അദ്ദേഹം ഈഗോ മാറ്റിവെച്ച് മമതയ്ക്ക് വഴി നൽകണമെന്ന് തൃണമൂൽ MP കല്യാൺ ബാനർജി. അങ്ങനെ എതിർപ്പ് രൂക്ഷമാകുമ്പോൾ ഒന്നുമില്ലെന്ന് നടിക്കുന്നുണ്ട് കോൺഗ്രസ്. ഇന്ത്യ അലയൻസ് വളരെ കെട്ടുറപ്പോടെ നിൽക്കുന്ന അലയൻസാണ്. ആ ഇന്ത്യ അലയൻസിൻ്റെ സ്വഭാവം അറിയുന്നവർക്ക് എല്ലാവർക്കും അറിയാം. അത് പ്രാദേശികമായി ചില കക്ഷികൾ ഫൈറ്റ് ചെയ്യുന്നവരാണ്, പരസ്പരം മത്സരിക്കുന്നവരാണ്. ദേശീയ തലത്തിൽ ഞങ്ങളുടെ ലക്ഷ്യം BJPയെ തകർക്കുക എന്നുള്ളതാണ്, BJPക്ക് എതിരായി പോരാടുക എന്നുള്ളതാണ്. അപ്പോൾ അതിനാണ് ഒന്നിക്കുന്നത്. ഇന്ത്യ മുന്നണിയിൽ അങ്ങനെ ഒരു പ്രശ്നവുമില്ല. ഞങ്ങളുടെ സ്ട്രാറ്റജി വളരെ ക്ലിയറാണ്. ഇന്ത്യ മുന്നണി യോഗം കൂടി തീരുമാനിച്ചതാണ്. അരവിന്ദ് കെജ്രിവാൾ ശരത് പവാർ കൂടിക്കാഴ്ചയുടെ പ്രധാന അജണ്ട ഇന്ത്യ സഖ്യ നേതൃമാറ്റമല്ലെങ്കിലും ചർച്ച ഉറ്റുനോക്കപ്പെടുന്നത് കോൺഗ്രസിനൊപ്പം ദേശീയ തലത്തിൽ ഉറച്ചു നിൽക്കുന്ന പാർട്ടിയുടെ കൺവീനർ ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളുമായി കൂടിക്കാഴ്ച നടത്തുന്ന ഇടത്താണ്. പാർലമെന്റിനകത്തായാലും കോൺഗ്രസ് നിലപാടിനൊപ്പം നിൽക്കുന്നവരാണ് ആം ആദ്മി പാർട്ടി MPമാർ. അദാനി വിഷയത്തിലടക്കം സഖ്യത്തിന്റെ മുന്നോട്ടു പോക്കിൽ ഇനി ഓരോ പാർട്ടിയുടെ ശബ്ദവും ഒരുപോലെ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.